എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 17ാമത്തെ പേജിൽ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ആ കോളങ്ങൾ തന്നിട്ടുണ്ടല്ലോ. ആ കോളങ്ങൾ തന്നതിന്റെ ജസ്റ്റ് താഴെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നൗ പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ബേസിസ് ഓഫ് ദ എബൌ ടേബിൾ. അതായത് മോളിൽ തന്നിരിക്കുന്ന ആ ടേബിളിന്റെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളോട് ഒരു റൈറ്റ് അപ്പ് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എബൌട്ട് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൊസൈറ്റി. എന്തിനെ കുറിച്ചാണ്? എബൌട്ട് കുറിച്ച്, ദ ആറ്റിറ്റ്യൂഡ് മനോഭാവം, ഓഫ് ദ സൊസൈറ്റി അതായത് സൊസൈറ്റിയുടെ മനോഭാവത്തെ കുറിച്ച്. ആരോടുള്ള? ടു ദ വീക്ക് അതായത് കഴിവില്ലാത്തവരോടും, അതുപോലെ തന്നെ വാൾണറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുവാൻ സാധിക്കാത്തവരോടും. ആൻഡ് ദ നീഡ് ഫോർ കമ്പാഷൻ ആൻഡ് കൈൻഡ്നസ്. അങ്ങനെ ഉള്ള ആളുകളോട് നമുക്കുണ്ടായിരിക്കേണ്ട ദയയെയും കാരുണ്യത്തെയും കുറിച്ച് ഒരു റൈറ്റപ്പ് എഴുതുവാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ ബേസിൽ? ഈ മുകളിൽ തന്നിരിക്കുന്ന ആ ഓരോരുത്തരുടെയും ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും വെച്ചുകൊണ്ട് നമ്മളോട് ഒരു റൈറ്റപ്പ് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ റൈറ്റപ്പിലേക്ക് പോവുകയാണ്. ദ സ്റ്റോറി റിഫ്ലക്ട്സ് ഹൗ സൊസൈറ്റി ഓഫൺ ട്രീറ്റ്സ് ദ വീക്ക് ആൻഡ് ദ വൾണറബിൾ, നോട്ട് വിത്ത് എമ്പതി. അതായത് ഈ സ്റ്റോറി കാണിച്ചു തരുന്നത്, സ്റ്റോറി റിഫ്ലക്ട്, ദ സ്റ്റോറി കാണിച്ചു തരുന്നു ഹൗ സൊസൈറ്റി, എങ്ങനെയാണ് സൊസൈറ്റി ഓഫൺ മിക്കവാറും ട്രീറ്റ്സ് അവരോട് പെരുമാറുന്നത്, ദ വീക്ക് അതായത് കഴിവില്ലാത്തവരോടും, ആൻഡ് വാൾണറബിൾ അതായത് പ്രതികരിക്കാൻ ശേഷിയുള്ളവരോടും, നോട്ട് വിത്ത് എമ്പതി അതായത് അവരോടൊരു ദയയില്ലാതെയാണ് സമൂഹം പെരുമാറുന്നത് എന്നാണ് ഈ സ്റ്റോറി നമ്മളെ കാണിച്ചു തരുന്നത്. ബട്ട് ഫിയർ അതോടൊപ്പം തന്നെ, എമ്പതി ഇല്ലാതിരിക്കുന്ന അതോടൊപ്പം തന്നെ, ബട്ട് വിത്ത് ഫിയർ അതോടൊപ്പം തന്നെ ഭയത്തോടു കൂടിയും, ഇൻഡിഫറൻസ് അവരോട് യാതൊരു ബന്ധങ്ങളും ഇല്ലാതെയും, എക്സ്പ്ലോയിറ്റേഷൻ അതായത് അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലുമാണ്. അതായത് ഈ വീക്കായിട്ട് കഴിവ് കുറഞ്ഞവരോടും പ്രതികരണ ശേഷിയും ഇല്ലാത്തവരോട് ഒരു ദയയില്ലാതെ അവരോട് ചില സമയത്ത് ഫിയറോടുകൂടി പേടിയോടുകൂടി, ഫിയർ എന്ന് വെച്ചാൽ പേടിയോടുകൂടി, ഇൻഡിഫറൻസ് അവരുമായിട്ട് ഒരു ബന്ധമില്ലാതെയും ചില സമയത്ത് അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലും, അങ്ങനെ പല രീതിയിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എങ്ങനെ ഈ സ്റ്റോറിയിൽ ഈ വീക്കായിട്ടുള്ള ആളുകളുടെ പെരുമാറുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ക്യാരക്ടറായ പെലായോയിലേക്ക് പോവുകയാണ്. പെലായോ ആൻഡ് എലിസണ്ട റെസ്പോണ്ടഡ് ടു ദ ഓൾഡ് മാൻ വിത്ത് സസ്പീഷ്യൻ ആൻഡ് യൂസ് ഓഫ് ഹിസ് സഫറിംഗ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ പ്രോഫിറ്റ്. അതായത് പെലായോയും അദ്ദേഹത്തിന്റെ ഭാര്യ എലിസണ്ടയും എന്താണ് ചെയ്തത്? റെസ്പോണ്ടഡ് അതായത് അവർ പ്രതികരിച്ചു ടു ദ ഓൾഡ് മാൻ, ആ വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധനോട്, വിത്ത് സസ്പീഷ്യൻ ഇവൻ എങ്ങനെയുള്ളവനാണെന്നുള്ള ഒരു സംശയത്തോടു കൂടി, ആൻഡ് യൂസ് ഹിസ് സഫറിങ് അതുപോലെ തന്നെ അവന്റെ ആ വേദനയെ, യൂസ് ഹിസ് സഫറിങ് പ്രയാസത്തെ, ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ഒരു അവസരം, ഫോർ പ്രോഫിറ്റ് ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിച്ചു. ദ നെയ്ബർ വുമൺ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ആരെയാണ്? നെയ്ബർ വുമൺ അതായത് അയൽക്കാരിയായ സ്ത്രീ. ഇൻസ്റ്റഡ് ഓഫ് ഷോയിങ് കെയർ അവന് ഒരു സംരക്ഷണം നൽകുന്നതിന് പകരമായിട്ട്, ഇമ്പോസ് എ സൂപ്പർസ്റ്റിഷ്യസ് ലേബൽ ഓൺ ഹിം ഒരു ഇമ്പോസ് അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. എന്താണ്? ഒരു സൂപ്പർസ്റ്റിഷ്യസ് ലേബൽ, അതൊരു അന്ധവിശ്വാസത്തോടു കൂടിയുള്ള ഒരു ലേബൽ അല്ലെങ്കിൽ ഒരു പേര് അവന് നൽകി. അങ്ങനെ എന്ത് ചെയ്തു? റെഡ്യൂസിങ് ഹിസ് ഐഡന്റിറ്റി, അങ്ങനെ അവന്റെ ഐഡന്റിറ്റിയെ തന്നെ കുറച്ചു കളഞ്ഞു. ടു എ സിമ്പിൾ, അങ്ങനെ ഒരു ഐഡന്റിറ്റിയെ ഒരു സിമ്പിൾ ആയിട്ട് അവനെ കുറച്ചു കളഞ്ഞു. മൂന്നാമതായിട്ട്, ദ ക്രൗഡ് ഈസ് ഈവൻ മോർ ഡീഹ്യൂമനൈസിങ്. ആ ക്രൗഡ് എങ്ങനെയാണ്? കൂടുതലായിട്ട് ഡീഹ്യൂമനൈസിങ് ആണ്, അതായത് മനുഷ്യത്വത്തിൽ നിന്നും അവനെ പിന്നെയും താഴ്ത്തി കളയുകയായിരുന്നു. ആ ക്രൗഡിന് മനുഷ്യത്വം പോലും ഉണ്ടായിരുന്നില്ല. ടേണിംഗ് ദ ഏഞ്ചൽ ഇൻ ടു എ സ്പെക്ടക്കിൾ ഫോർ എന്റർടൈൻമെന്റ്. അവരെന്ത് ചെയ്തു? ആ വൃദ്ധനെ അല്ലെങ്കിൽ ഏഞ്ചലിനെ ടേൺ ചെയ്തു മാറ്റി, എക്സ്പെക്ടക്കിൾ ഒരു കാഴ്ച, ഫോർ എന്റർടൈൻമെന്റ് ഒരു രസിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാഴ്ചയിലേക്ക് വേണ്ടി അവനെ മാറ്റിക്കളഞ്ഞു. വിത്തൗട്ട് റിഗാർഡ് ഫോർ ഹിസ് പെയിൻ, അവന്റെ ആ വേദനകൾക്ക് ആ ക്രൗഡ് അല്ലെങ്കിൽ ജനക്കൂട്ടം ഒരു റിഗാർഡ്, ഒന്നും വേദനയെ കണക്കാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ ഒന്നും ചെയ്യാതെ തന്നെ അവനെ ഒരു കാഴ്ചയ്ക്കുള്ള ഉപകരണമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ദ ഡോക്ടർ. അങ്ങനെയാണ് തോട്ടത്. ദോ എഡ്യൂക്കേറ്റഡ്, അവൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ഡോക്ടർ ഈസ് നോ ഡിഫറെന്റ്, ഡോക്ടറും ഒരു രീതിയിലും വ്യത്യാസമല്ല. ഹിസ് ഫാസിനേഷൻ ലൈസ് ഇൻ ബയോളജി, അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് എന്തിലാണ്? ബയോളജിയിലാണ്, അതായത് ശരീരശാസ്ത്രത്തിലാണ്. നോട്ട് ഇൻ ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യനിലോ അവന്റെ മൂല്യങ്ങളിലോ അല്ല, മാനവികതയിലല്ല, പക്ഷെ എന്തിലാണ്? അവൻ ബയോളജിയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആക്കിയത്. ദിസ് റിയാക്ഷൻസ് എക്സ്പോസ്, ഈ റിയാക്ഷനുകളെല്ലാം എന്താണ് ചെയ്യുന്നത്? എക്സ്പോസ് തുറന്നു കാട്ടുന്നു. സോഷ്യൽ ഫെയിലിയർ ടു റെക്കഗ്നൈസ് ദ
ഡിഗ്നിറ്റി ഓഫ് ദോസ് ഹു അപ്പിയർ വീക്ക്. ഇത് എന്താണ് തുറന്നു കാണുന്നത്? ദിസ് റിയാക്ഷൻ എക്സ്പോസസ്, ഈ റിയാക്ഷൻ തുറന്നു കാട്ടുന്നു എ സോഷ്യൽ ഫെയിലിയർ, അതായത് സമൂഹത്തിന്റെ പരാജയം. ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയൽ ഫെയിലിയർ, സമൂഹത്തിന്റെ പരാജയം. ഫെയിലിയർ എന്ന് വെച്ചാൽ പരാജയം. ടു റെക്കഗ്നൈസ് ദ ഡിഗ്നിറ്റി, ഒരു അപരന്റെ മഹത്വത്തെ കണക്കാക്കുന്നതിൽ അല്ലെങ്കിൽ അംഗീകരിക്കുന്നതിൽ. ഇവിടെ റെക്കഗ്നൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കുക. അത് ഡിഗ്നിറ്റി ഓഫ് ദോസ് ഹു അപ്പിയർ വീക്ക്, അതായത് അംഗീകരിക്കണം. ആരുടെയാണ്? വീക്ക്, ശക്തി കുറഞ്ഞവന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നതിൽ പരാജയപ്പെടുന്ന സൊസൈറ്റിയെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്ട്രേഞ്ച് ഓർ പവർലെസ്, അതുപോലെ തന്നെ അന്യനായ ഒരു വ്യക്തിയുടെയും ശക്തിയില്ലാത്തവന്റെയും ആ കഴിവില്ലായ്മയെ അംഗീകരിക്കാത്ത സ്വഭാവത്തെയാണ് കാണിച്ചു തരുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, അതിന് വിപരീതമായിട്ട് ദ ചൈൽഡ് റിപ്രസെന്റ്സ് ദ പ്യൂരിറ്റി ഓഫ് അക്സെപ്റ്റൻസ്. ഈ ചൈൽഡ് എന്താ ചെയ്യുന്നത്? പ്യൂരിറ്റി ഓഫ് അക്സെപ്റ്റൻസ്, അതായത് ശുദ്ധമായിട്ട് അവനെ സ്വീകരിക്കുന്നതായിട്ട്, അതായത് കാപഠ്യങ്ങളില്ലാതെ അവനെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നു. ഓഫറിംഗ് എ റെയർ ഗ്ലിംസ് ഓഫ് അൺടൈൻഡ് കൈൻഡ്നസ്. അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ആ കുഞ്ഞ് അവന് ഓഫറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമർപ്പിക്കുന്നു. എ റെയർ ഗ്ലിംസ് ഓഫ്, അതായത് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗ്ലിംസ്, ഒരു കാഴ്ച ആണ് ഇവിടെ കാണുന്നത്. അൺടൈൻഡ് കൈൻഡ്നസ്, അതായത് കറയില്ലാത്ത ദയയാണ് ആ കുഞ്ഞ്. അൺടൈൻഡ് എന്ന് വെച്ചാൽ കറയില്ലാത്ത, കൈൻഡ്നസ് എന്ന് വെച്ചാൽ ദയ ആ കുഞ്ഞ് കൊടുക്കുന്നു. ത്രൂ ദിസ് ക്യാരക്ടർ, ഈ സ്വഭാവത്തിലൂടെ ദ സ്റ്റോറി റിമൈൻഡ്സ് അസ്, ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ദാറ്റ് കമ്പാഷൻ ഓഫൺ എറോഡ്, അതായത് കമ്പാഷൻ എന്ന് വെച്ചാൽ ദയ, ഓഫൺ സാധാരണയായി, എറോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒഴുകിപ്പോകുന്നു. വിത്ത് ഏജ്, പ്രായത്തോടു കൂടി. ആൻഡ് സൊസൈറ്റിയൽ കണ്ടീഷനിങ്, സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സമൂഹം നമ്മളെ രൂപപ്പെടുത്തുന്നതിനോട് കൂടിയും അതോടൊപ്പം തന്നെ നമ്മളുടെ എന്താണ് ചെയ്യുന്നത്? പ്രായത്തിന്റെ വളർച്ച എത്തുകയും ചെയ്യുന്നതോടുകൂടി നമ്മളിൽ നിന്നും ആ ദയയും കാരുണ്യവും അകന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. ദ ഓൾഡ് മാൻ ഈസ് ക്വയറ്റ് എൻഡ്യൂറൻസ് അണ്ടർസ്കോർസ് ദ സൈലന്റ് സഫറിംഗ് മെനി ഫേസസ് വെൻ ഡിനൈഡ് ഡിഗ്നിറ്റി. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദ ഓൾഡ് മാൻ, അതായത് ആ വാർദ്ധക്യത്തിലെ മനുഷ്യൻ. ക്വയറ്റ് എൻഡ്യൂറൻസ്, ക്വയറ്റ് എന്ന് വെച്ചാൽ ശാന്തമായിട്ട്, എൻഡ്യൂറൻസ് അത് സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അണ്ടർഗോയിങ് എന്താണ്? അല്ലെങ്കിൽ അവൻ സ്വീകരിച്ചുകൊണ്ട് അവൻ വിഷമത്തിലൂടെ പോകുകയാണ്. അണ്ടർസ്കോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ദ സൈലന്റ് സഫറിങ് എന്ന് വെച്ചാൽ നിശബ്ദമായിട്ടുള്ള സഹനം. മെനി ഫേസസ്, ഒത്തിരി ആളുകൾ സാധാരണ ഫേസ് ചെയ്യുന്നത്. വെൻ ഡിനൈഡ് ഡിഗ്നിറ്റി, അതായത് മഹത്വം അവർക്ക് നൽകാതെ ഇരിക്കുമ്പോൾ ആ വ്യക്തികൾ അനുഭവിക്കുന്ന പ്രയാസത്തെ ഇവിടെയുള്ള ഈ കഥയിലെ ഓൾഡ് മാൻ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അൾട്ടിമേറ്റ്ലി, ഏറ്റവും അവസാനം, ദ ടെയിൽ ഏർജസ് ടു റെസ്പോണ്ട്, ഈ കഥ നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നു, പ്രതികരിക്കാൻ പറയുന്നു. ടു ദ വൾണറബിൾ, പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്തവരോടും. നോട്ട് വിത്ത് എക്സ്പ്ലോയിറ്റേഷൻ, പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരോട് ചൂഷണത്തിന്റെ മനോഭാവത്തോടെ അല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്. ഓർ ഫിയർ, അല്ലെങ്കിൽ അവരോട് പേടിയോട് കൂടിയല്ല. ബട്ട് വിത്ത് എമ്പതി, അവരോട് ദയയോടുകൂടി പെരുമാറണം. കെയർ, അതായത് സംരക്ഷണം നൽകണം. അതുപോലെ തന്നെ റെസ്പെക്ട്, ബഹുമാനം നൽകണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ റൈറ്റപ്പ്. അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങൾ കണ്ടു. അപ്പൊ റൈറ്റപ്പിനകത്ത് ഓരോരുത്തരുടെയും രീതി കണ്ടു. എന്നിട്ട് അവസാനം എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും കണ്ടു. ഞാൻ വിചാരിക്കുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.